എല്ലാവർക്കും ഷാനിംസ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തോടു കൂടി നമ്മുടെ സെലീനിയം വെബ് ഡ്രൈവർ എന്നുള്ള ക്ലാസ് കഴിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എടുക്കാനുള്ള രണ്ട് മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് ഒന്ന് ലൊക്കേറ്റേഴ്സ് എന്നുള്ളൊരു കൺസെപ്റ്റും പിന്നെ ഫ്രെയിം എന്നുള്ളൊരു കൺസെപ്റ്റാണ്. ഞാൻ ഇപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫ്രെയിം എന്നുള്ളൊരു കൺസെപ്റ്റ് ഞാൻ നിങ്ങൾക്ക് ടാസ്ക് ആയിട്ടാണ് തരുന്നത്. ഓക്കെ, ഞാൻ അതിൻ്റെ കോഡ് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരും, പക്ഷെ അത് ഞാൻ നിങ്ങൾക്ക് ടാസ്ക് ആയിട്ടായിരിക്കും തരുന്നുണ്ടായിരിക്കാം. ഓക്കെ, ദെൻ നമ്മുടെ ലൊക്കേറ്റേഴ്സ് എന്നുള്ള ഒരു ചാപ്റ്റർ കൂടിയാണുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിലോട്ട് നേരിട്ട് കയറാം. അതിന് മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനായിട്ട് നോക്കാം. സോ യാ, ഫസ്റ്റ് നമുക്ക് ലൊക്കേറ്റേഴ്സ് എന്നുള്ള കൺസെപ്റ്റ് എടുക്കാം. ഓക്കെ, നമ്മുടെ സെലീനിയം ഐഡിയിൽ ഒരു 5 ലൊക്കേറ്റേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഇപ്പോൾ ഈ സെലീനിയം വെബ് ഡ്രൈവർ വരുമ്പോൾ 8 ലൊക്കേറ്റേഴ്സ് ആണുള്ളത്. ഓക്കെ, അതിൽ നമ്മൾ ഈ 4 ലാസ്റ്റത്തെ വീഡിയോസിലൊക്കെ ആയിട്ടൊക്കെ ലാസ്റ്റ് വരെയുള്ള വീഡിയോസിൽ ഇതൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. ID, നെയിം, CSS സെലക്ടർ, എക്സ്പാത്ത്, ഇതൊക്കെ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞായിരുന്നു. ഇനി നിങ്ങൾ നോക്കാതിരിക്കുന്ന ഒരു 4 ലൊക്കേറ്റേഴ്സ് ആണ് എന്ത്: ടാഗ് നെയിം, ക്ലാസ് നെയിം, ലിങ്ക് ടെക്സ്റ്റ്, പാർഷ്യൽ ലിങ്ക് ടെക്സ്റ്റ്. ഓക്കെ, ടാഗ് നെയിം എന്ന് പറയുകയാണെങ്കിൽ ടാഗ് എന്താണ്? ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇതെന്ന് പറയണത് നമ്മുടെ ഡബിൾ ക്ലിക്കിൻ്റെ ഒരു കോഡാണ് കേട്ടോ, സോഴ്സ് കോഡാണ്. നമുക്ക് കോഡിങ് പഠിക്കേണ്ട ആവശ്യമില്ല, എന്നാലും ഞാൻ കാണിച്ചു തരണമാണ്. ഇതിൽ കണ്ടോ, HTML ഹെഡ്, അല്ലെങ്കിൽ ഇവിടെ H1, ഇങ്ങനെ ആംഗിൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ, ഇതൊക്കെയാണ് പറയാം ടാഗ്. HTML ടാഗ് എന്നാണ് പറയാം. ഓക്കെ, ഇപ്പം ഏതാണ് രജിസ്ട്രേഷൻ ഫോം എടുത്തു ഞാൻ. ഇതിൽ നമ്മൾ ഇവിടെ കണ്ടോ, ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ്, നെയിം ഈക്വൽ ടു നെയിം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നെയിം എൻ്റർ ചെയ്യാനുള്ളൊരു ഫീൽഡില്ലേ, അതാണ് ഈ സാധനം. അല്ലെങ്കിൽ ഇമെയിൽ ആണെങ്കിൽ ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ഇമെയിൽ, നെയിം ഈക്വൽ ടു ഇമെയിൽ. അത് നമ്മളൊരു ഇൻപുട്ട് ടാഗിൻ്റെ ഉള്ളിലല്ലേ കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഓക്കെ, അങ്ങനെ നമുക്കിപ്പോൾ വാല്യൂസ് ആഡ് ചെയ്യണമെന്നെങ്കിൽ ഞാൻ കാണിച്ചു തരാം. രജിസ്ട്രേഷൻ ഫോം എടുത്ത് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ഇൻപുട്ട് ഫീൽഡ്. ഇതിലോട്ട് നമുക്ക് ടാഗ് നെയിം വെച്ചിട്ട് നമ്മൾ ID അല്ലെങ്കിൽ നെയിം ഒക്കെ വെച്ചിട്ടായിരിക്കും വാല്യൂസ് ആഡ് ചെയ്യുന്നുണ്ടാവുക അല്ലേ. അതിന് പകരം നമുക്ക് ടാഗ് നെയിം വെച്ചിട്ട് ചെയ്യാം. ടാഗ് എന്ന് വെച്ചാൽ ഇൻപുട്ട് ടാഗ് ആണ് അവിടെ യൂസ് ചെയ്ത് നോക്കണമെന്ന് മനസ്സിലായി. നിങ്ങൾക്ക് അറിയണമെങ്കിൽ Ctrl+U അടിക്കുകയാണെങ്കിൽ ഇതിൻ്റെ സോഴ്സ് കോഡ് കിട്ടും. നെയിമിൻ്റെ അവിടെ എന്താ ഇൻപുട്ട് ടാഗ് തന്നെയല്ലേ യൂസ് ചെയ്ത് നോക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഫൈൻഡ് എലമെന്റ് ബൈ ഡോട്ട് ടാഗ് നെയിം എന്നുള്ളതാണ് യൂസ് ചെയ്യുക. ഓക്കെ, അതിനുള്ളിൽ എന്താണ് ടാഗ്? ഇൻപുട്ട്. ആ ഇൻപുട്ട് എന്നുള്ളത് കൊടുത്തു. ഓക്കെ, ദെൻ ഡോട്ട് സെൻഡ് കീസ് എന്ന് പറഞ്ഞിട്ട് എന്താണോ വാല്യൂ കൊടുക്കേണ്ടത് അത് നമ്മളിവിടെ കൊടുക്കും. ക്ലിയർ ആയോ? നമ്മൾ ID ആണെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നേ, ഡ്രൈവർ ഡോട്ട് ഫൈൻഡ് എലമെന്റ് ബൈ ഡോട്ട് ID എന്താക്കും, ഇതിനുള്ളിൽ ആ ഒരു ഇൻപുട്ട് ഫീൽഡിന്റെ ID എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഇൻപുട്ട് ഫീൽഡിന്റെ ID ഫോർ എക്സാമ്പിൾ നെയിം തന്നെയാണെന്ന് നോക്കി, ആ ID ആയിരിക്കും നമ്മളിവിടെ കൊടുക്കുന്നുണ്ടാവുക. ഡോട്ട് സെൻഡ് കീസ് എന്താണ് നമ്മുടെ വാല്യൂ, ഇപ്പം നിമിഷ എന്നാണെങ്കിൽ നിമിഷ എന്നുള്ളത് കൊടുക്കും. അതേ സ്ഥാനത്ത് നമ്മൾ ഇവിടെ എന്താക്കി, ടാഗ് നെയിം എന്നുള്ളത് യൂസ് ചെയ്തെന്നുള്ളൂ. അപ്പോൾ ആ ടാഗ് നെയിം എന്തായിരുന്നു? ഇൻപുട്ട് ആയിരുന്നു. ഓക്കെ, അതുകൊണ്ട് ഇവിടെ നമ്മൾ ഇൻപുട്ട് എന്ന് കൊടുത്തു. ദെൻ സെൻഡ് കീസിനുള്ളിൽ വാല്യൂ പാസ് ചെയ്തു. ക്ലിയർ ആയോ? ദെൻ അടുത്തത് ക്ലാസ് നെയിം. ഇതേ കൺസെപ്റ്റ് എന്നാണ്. ക്ലാസ് നെയിം വെൽക്കം എന്നുള്ളതിൻ്റെ നമ്മൾ ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്യിക്കുന്നതാണ് ഇതിൽ വന്നിട്ടുണ്ട്. ഡോട്ട് ഗെറ്റ് ഡിസ്പ്ലേ കൊടുത്തിട്ടില്ല, ടെക്സ്റ്റ് ഫെച്ച് ചെയ്തെടുക്കുന്നതാണ് ക്ലാസ് നെയിമിൽ നമ്മളിപ്പോൾ ഈ എക്സാമ്പിൾ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, സെയിം ഇത് തന്നെയാണ് വരുന്നത്. ദെൻ ക്ലാസ് നെയിമൊക്കെ നമ്മൾ എന്താ നെയിമൊക്കെ ചെയ്ത പോലെ തന്നെയൊക്കെയാണ് വരുന്നത്. റൈറ്റ്. ദെൻ ലിങ്ക് ടെക്സ്റ്റ്. ഞാനൊരു ലിങ്ക് ഇതിലുണ്ടോ അല്ലെങ്കിൽ ഞാൻ ക്രിയേറ്റ് ചെയ്യണം? ലോഗിൻ ഫോം ലിങ്ക് ഞാൻ ജസ്റ്റ് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യട്ടെ. google.com, then click ഓക്കെ. ഇവിടെ ഒരു ലിങ്ക് വന്നിട്ടുണ്ട് അല്ലേ. ഈ ലിങ്ക് ഇവിടെ
സൈൻ ഇൻ അല്ല കൊടുക്കാം, സൈൻ ഇൻ തന്നെ കൊടുക്കാം. ഇതിൽ നമ്മൾ എഴുതി വെക്കുന്നത് ഡ്രൈവർ ഡോട്ട് ഫൈൻഡ് എലമെന്റ് ബൈ ഡോട്ട് ലിങ്ക് ടെക്സ്റ്റ്. ഓക്കെ, ഈ ലിങ്ക് ടെക്സ്റ്റിൽ എന്ന് വെച്ചാൽ ആ ലിങ്കിൽ സൈൻ എന്നുള്ള ലിങ്കിന് എന്താക്കുക, ക്ലിക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ട് ഇവിടെ കോഡ് എഴുതി വെക്കുന്നത്. നമ്മുടെ ഇതിൽ വരാണെങ്കിൽ റിഫ്രഷ് ചെയ്യുമ്പോൾ ഇവിടെ സൈൻ എന്ന് പറഞ്ഞ ലിങ്ക് ഉണ്ട്. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യും. ഓക്കെ, അതാണ് ഈ കോഡ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ലിങ്ക് ടെക്സ്റ്റ് വെച്ചിട്ട് ഈ സൈൻ എന്ന് പറഞ്ഞിട്ടുള്ളത് എന്തായിരുന്നു, ഈ ലിങ്കിലെ ഇവിടെ കൊടുത്തു നോക്കുന്ന ടെക്സ്റ്റ് ആണ് കേട്ടോ. ഈ പുറത്ത് നമ്മൾ കാണുന്നുണ്ടല്ലോ, ആ ടെക്സ്റ്റ് ആണ് ലിങ്ക് ടെക്സ്റ്റിൽ നമ്മൾ സൈൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ദെൻ പാർഷ്യൽ ലിങ്ക് ടെക്സ്റ്റ് എന്നാണെങ്കിൽ ഇപ്പൊ നമ്മൾ കംപ്ലീറ്റ് സൈൻ ഇൻ കൊടുത്തിട്ടില്ല, ഇൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. റൈറ്റ്, അപ്പൊ ഇതിൽ ഇൻ എന്നുള്ള വേർഡുള്ള ഏതെങ്കിലും ലിങ്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ വേറെ കാണിച്ചു തരാം. സൈൻ ഇവിടെ 2 ലിങ്ക് ഉണ്ട്. അപ്പൊ ഇതിൽ പാർഷ്യൽ ലിങ്ക് ടെക്സ്റ്റിൽ ഇവിടെ നമ്മൾ എന്താണ് കൊടുത്തോക്കുന്നത്, ഇൻ എന്നുള്ളതാണ് കൊടുത്തോക്കുന്നത്. അപ്പൊ ഈ 2 ലിങ്കിൽ ചെക്ക് ചെയ്യൂ, ഇതിൽ ഇൻ എന്നുള്ളത് എന്തെങ്കിലും എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത്. അപ്പൊ ഇവിടെ ഉണ്ടല്ലേ, അപ്പൊ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യും. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇതിൽ ഇപ്പൊ സൈൻ കൊടുക്കുകയാണെങ്കിൽ ജസ്റ്റ് വെയിറ്റ്, ഇപ്പൊ നമ്മൾ ഇതില് സൈൻ എന്നുള്ളതാണ് പാർഷ്യൽ ലിങ്ക് ടെക്സ്റ്റിൽ നമ്മൾ കൊടുക്കണേന്നൊക്കെ, അപ്പൊ അത് വർക്ക് ആവില്ല, എറർ അടിക്കും. കാരണം എന്താണ്, കാരണം ഇവിടെ നമ്മൾ അറ്റ് എ ടൈം ഒരു പേജിൽ നമുക്ക് 2 ലിങ്ക് ഒരുമിച്ച് ക്ലിക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഒരു ലിങ്ക് ആണ് അറ്റ് എ ടൈം വർക്ക് ആവുള്ളൂ അല്ലേ. നിങ്ങൾ ഏതെങ്കിലും 2 ലിങ്ക് ഒറ്റ തവണ ക്ലിക്ക് ചെയ്യാൻ നോക്കി പറ്റത്തില്ല. അപ്പൊ ഇതിൽ സൈൻ എന്നുള്ളത് 2 എണ്ണത്തിലും കോമൺ ആയിട്ടാണ് ഉണ്ട് ഇല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ പാർഷ്യൽ ലിങ്ക് ടെക്സ്റ്റിൽ ഇന്നാണ് കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം എന്താണ്, ഇവിടെ ഇന്നാണ് കോമൺ അല്ലാത്ത യൂണീക്ക് ആയിട്ട് നിൽക്കുന്ന വേർഡ്. ഓക്കെ, അതല്ലെങ്കിൽ ഔട്ട് കൊടുക്കാം നമുക്ക്. ഓക്കെ, അതല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ലിങ്ക് ടെക്സ്റ്റിൽ അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ക്ലിയർ ആയോ? അപ്പൊ ഇതാണ് 8 ലൊക്കേറ്റേഴ്സ് എന്നുള്ള കൺസെപ്റ്റ് വരുന്നത്. ഇത് നമ്മൾ ഇപ്പൊ ID CSS നെയിം അതൊക്കെ ചെയ്തിട്ടുള്ള പോലെ തന്നെയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ 8 ലൊക്കേറ്റേഴ്സും വെച്ചിട്ട് ഒരു പ്രോഗ്രാം ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, ടാഗ് നെയിം, ക്ലാസ് നെയിം, ലിങ്ക് ടെക്സ്റ്റ്, പാർഷ്യൽ ലിങ്ക് ടെക്സ്റ്റ്, ID നെയിം, CSS സെലക്ട്, എക്സ്പാത്ത്, ഇതൊക്കെ വെച്ചിട്ട് ഒരു ചെറിയൊരു സിമ്പിൾ പ്രോഗ്രാം ചെയ്ത് നോക്കാം. അതാണ് ഫസ്റ്റത്തെ ടാസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ടാസ്ക് അല്ല, നമുക്കിപ്പോൾ ഒരു ക്ലാസ് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു മൊഡ്യൂൾ കഴിയുമ്പോൾ അതിനനുസരിച്ച് ഒരു പ്രൊജക്റ്റ് ചെയ്യുമല്ലോ, അതാന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, ഇതൊക്കെ വെച്ചിട്ടൊരു രജിസ്ട്രേഷൻ ഫോം തന്നെ ആയിക്കോട്ടെ. രജിസ്ട്രേഷൻ ഫോമിന് ഏറ്റവും താഴെ ലിങ്ക് ഒക്കെ കൊടുത്തിട്ട് ലോഗിനിലോട്ടുള്ള ലിങ്ക് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു രജിസ്ട്രേഷൻ ഫോം. ക്ലിയർ ആയോ? ഓക്കെ, സോ ഇതാണ് ഒരു ലൊക്കേറ്റേഴ്സ് കൺസെപ്റ്റ്, ചെറിയൊരു ഓവറോൾ ആണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത് നിങ്ങൾക്കുള്ള ടാസ്ക് ആണ്. ലാസ്റ്റ് വീഡിയോ ടാസ്ക് ആയിട്ടായിരിക്കും മെയിൻ ഉണ്ടാവുക. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് എനിക്ക് ഉറപ്പ് വരുത്താൻ പറ്റും. ഇതുവരെ എടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഈ ലാസ്റ്റ് ടാസ്കിലൂടെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൽ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റിൽ ചോദിച്ചോളൂ, ഞാൻ പറയാം. ഓക്കെ, ദെൻ അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ഐ ഫ്രെയിം കൺസെപ്റ്റ് ആണ്. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതൊരു ഫ്രെയിമാണ്. ഓക്കെ, ഹായ് വെൽക്കം ടു അവർ വെബ്സൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ക്ലിക്ക് മീ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. അത് ഞാൻ ക്ലിക്ക് ചെയ്തു, അപ്പോൾ വേറൊരു മെസ്സേജ് ഇവിടെ പ്രിന്റ് ചെയ്ത് വന്നു അല്ലേ. ഇത് കംപ്ലീറ്റ് എടുത്തിട്ട് ഞാൻ എന്താക്കുന്നു, വേറൊരു വെബ്സൈറ്റിന് ഉള്ളിൽ ഞാൻ കൊണ്ടിട്ട് നോക്കും. ഇതിനുള്ളിലാണ്, ഇതേ ഒരു ബോക്സ് കണ്ടോ, ഈ ഒരു വെബ്സൈറ്റിന്റെ ഉള്ളിലത്തെ ഒരു ഫ്രെയിമിന്റെ ഉള്ളിലാണ് ഞാൻ എന്താ ഇട്ടോക്കണത്, നേരത്തെ വെബ്സൈറ്റ് ഞാൻ കൊണ്ടിട്ടോക്കണത്. ഓക്കെ, അപ്പൊ അതിനെ പറയുന്ന പേരാണ് ഫ്രെയിം, അല്ലെങ്കിൽ ഐ ഫ്രെയിം, അല്ലെങ്കിൽ ഫ്രെയിം സെറ്റ് എന്നൊക്കെ പറയും. ക്ലിയർ ആയോ? അപ്പോൾ ഇതും നിങ്ങൾക്കുള്ള ടാസ്ക് ആണ്. ഞാൻ എന്താക്കുന്നുണ്ട്, ഇതിന്റെ കോഡാണ് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുള്ളൂ. കോഡ് എക്സ്പ്ലെയിൻ ചെയ്തതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ എന്താക്കുക, അതിന്റെ ഒരു പ്രോഗ്രാം ചെയ്ത് നോക്കുക. അത് മനസ്സിലാക്കി ഞാൻ കോഡ് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അപ്പൊ നിങ്ങൾ അതൊന്ന് ചെയ്തിട്ട് വർക്ക് ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഒന്ന് നോക്കാം. അതിൽ എന്തെങ്കിലും എറർ വരുന്നുണ്ടെങ്കിൽ കമന്റിലും ചോദിക്കാം. ഓക്കെ, സോ അപ്പോൾ അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഇതിനുള്ളിലത്തേത് നേരത്തെ നമ്മൾ ക്ലിക്ക് ചെയ്തു അല്ലേ. ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു വെബ് പേജിനുള്ളിലത്തെ ഫ്രെയിമിൻ്റെ ഉള്ളിലാണ് കേട്ടോ അത് ഈ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. റൈറ്റ്, ദെൻ അത് കഴിഞ്ഞിട്ട് ഫ്രെയിമിന് പുറത്ത് വന്നിട്ടാണ് ഇവിടെ ഒരു ബട്ടൺ ഉള്ളത്. ഓക്കെ, ആദ്യം തന്നെ നമ്മുടെ സെലീനിയം വെബ് ഡ്രൈവർ ഐ ഫ്രെയിം, അത് കഴിഞ്ഞിട്ട് ഇതിനുള്ളിലോട്ട്
ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം. ഓക്കെ, നമുക്ക് എന്താ പ്രിന്റ് ചെയ്യിക്കേണ്ടത്, എന്താ വരണ്ടേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഞാൻ ആദ്യം പറയാം. ആദ്യം നമുക്ക് സെലീനിയം വെബ് ഡ്രൈവർ വേണം. ഫസ്റ്റ് എനിക്ക് ഷാനിംസ് അക്കാദമി എന്നുള്ള ഈ ഹെഡിങ് ഒന്ന് പ്രിന്റ് ചെയ്തിട്ട് വരണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് സെലീനിയം വെബ് ഡ്രൈവർ ഐ ഫ്രെയിം എന്നുള്ളത് പ്രിന്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഈ ഫ്രെയിമിനുള്ളിലോട്ട് കയറിയിട്ട് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ക്ലിയർ ആയോ? ഈ ഫ്രെയിമിനുള്ളിലോട്ട് കയറിയിട്ട് എനിക്ക് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ദെൻ എന്ത് ചെയ്യണം? ഈ മെസ്സേജും പ്രിന്റ് ചെയ്യണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഫ്രെയിമിന് പുറത്തോട്ട് വന്നിട്ട് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യണം, ഈ മെസ്സേജും പ്രിന്റ് ചെയ്യണം. ക്ലിയർ ആയോ? ഇതാണ് നമ്മുടെ ടാസ്ക്. ഓക്കെ, അപ്പോൾ ഇത് പ്രിന്റ് ചെയ്യിക്കാനും ഈ ടൈറ്റിൽ പ്രിന്റ് ചെയ്യിക്കാനും നിങ്ങൾക്ക് അറിയാം. ദെൻ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും ഇത് പ്രിന്റ് ചെയ്യിക്കാനും അറിയാം. പക്ഷേ ഫ്രെയിമിന്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് വന്നിട്ട് ഈ ബട്ടൺ എങ്ങനെ ക്ലിക്ക് ചെയ്യാന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ അതൊക്കെ ഞാൻ ഈ കോഡിൽ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഫസ്റ്റ് തന്നെ ഞാൻ എന്ത് പറഞ്ഞു? ഓക്കെ, ജസ്റ്റ് വെയിറ്റ്. ഫസ്റ്റ് തന്നെ നമുക്ക് വേണ്ടത് ഇതൊക്കെ പ്രിന്റ് ചെയ്യിച്ചു അല്ലേ. ഇനി നമുക്ക് ഫ്രെയിമിന് ഉള്ളിലോട്ട് കയറണം അല്ലേ. ഇത് ആദ്യത്തെ ഫ്രെയിമാണ് അല്ലേ. അപ്പോൾ ആദ്യത്തെ ഫ്രെയിം ആയതുകൊണ്ട് നമ്മൾ എന്താക്കുന്നതിന് ഫ്രെയിം ഓഫ് 0 എന്ന് കൊടുക്കുന്നു. നമ്മുടെ അലേർട്ട് ബോക്സ് ചെയ്തില്ലേ, അതേപോലെ തന്നെ എന്താക്കുന്നു, ഡ്രൈവർ ഡോട്ട് സ്വിച്ച് ടു ഡോട്ട് അലേർട്ട് ബോക്സിന് പകരം ഫ്രെയിം എന്ന് കൊടുക്കുന്നു. ഫസ്റ്റത്തെ ഫ്രെയിം ആയതുകൊണ്ട് നമ്മൾ എന്താക്കുന്നു, ഫ്രെയിം ഓഫ് 0 എന്ന് കൊടുക്കുന്നു. 0th ഇൻഡെക്സ് തൊട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുക. ക്ലിയർ ആയോ? അലേർട്ട് ബോക്സ് ചെയ്ത പോലെ തന്നെ ഫ്രെയിം ഡോട്ട് ഫ്രെയിം എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഇതിൽ വരുന്നത്. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്തു, ഇതിനുള്ളിലോട്ട് കയറിയപ്പോൾ ഈ ഫ്രെയിമിൻ്റെ ഉള്ളിലോട്ട് കയറി. ഇനി ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അതിന് മുന്നേ ഇതിൻ്റെ ഐ ഡി ഫെച്ച് ചെയ്തെടുക്കണം. അത് നിങ്ങൾ എടുക്കണം കേട്ടോ. എങ്ങനെ ഐ ഡി ഫെച്ച് ചെയ്യുക? സെലീനിയം ഐ ഡി യൂസ് ചെയ്തിട്ട് കേട്ടോ. ടാർഗറ്റ് ഫെച്ച് ചെയ്തെടുക്കാം. നമ്മൾ ടാർഗറ്റ് ഫെച്ച് ചെയ്ത് കൊടുത്തു. നമ്മൾ ദെൻ ആ നോർമൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണ പോലെ തന്നെ ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഓക്കെ, പിന്നെന്താ ചെയ്തത്? ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഒരു മെസ്സേജ് പ്രിന്റ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെയും ടാർഗറ്റ് ഫെച്ച് ചെയ്തെടുക്കാം. ഓക്കെ, ദെൻ നമ്മൾ നോർമലി ഒരു മെസ്സേജ് പ്രിന്റ് ചെയ്യിക്കുമല്ലോ, അതേപോലെ തന്നെ ഡ്രൈവർ ഡോട്ട് ഫൈൻഡ് എലമെന്റ് ബൈ ഡോട്ട് ഐ ഡി മെസ്സേജ് 1 ഗെറ്റ് ടെക്സ്റ്റ് എന്നുള്ള ഫംഗ്ഷൻ. ദെൻ ഞാനത് മെസ്സേജ് പ്രിന്റ് ചെയ്യിച്ചു. ഓക്കെ, ഇത്രയും നേരം നമ്മൾ ഫ്രെയിമിൻ്റെ ഉള്ളിലാണ് ഉള്ളത്. ഇനി നമുക്ക് ഫ്രെയിമിന് പുറത്തോട്ട് വരണം. ഓക്കെ, ഇപ്പോൾ അലേർട്ട് ബോക്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ അലേർട്ട് ബോക്സ് ക്ലിക്ക് ചെയ്ത് ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അലേർട്ട് ബോക്സ് ക്ലോസ് ആയി പോകും. ഇതിന് നമ്മൾ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്താലും ഈ ഫ്രെയിം ക്ലോസ് ആയിട്ട് പോകില്ല. ഫ്രെയിം അവിടെ തന്നെ ഉണ്ടാവും. നമ്മൾ ഫ്രെയിമിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഈ ഫ്രെയിമിന് പുറത്തോട്ട് വരണം. അത് പുറത്തോട്ട് വരാനായിട്ട് ഡ്രൈവർ ഡോട്ട് സ്വിച്ച് ടു ഡോട്ട് ഡീഫോൾട്ട് കണ്ടന്റ് എന്ന് കൊടുക്കാം. ഡ്രൈവർ ഡോട്ട് സ്വിച്ച് ടു ഡോട്ട് ഡീഫോൾട്ട് കണ്ടന്റ് എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പുറത്തോട്ട് തന്നെ വരും. ഡീഫോൾട്ട് ആയിട്ടുള്ള വെബ് പേജിലോട്ട് ഫ്രെയിമിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് വരും. ഓക്കെ, then എന്ത് ചെയ്യുക? നമ്മൾ ക്ലിക്ക് ഡോട്ട് മീയുടെ ടാർഗറ്റ് വെച്ച് ചെയ്തെടുക്കുക. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. then ഈ മെസ്സേജ് പ്രിന്റ് ചെയ്യിക്കുക. ഓക്കെ, ബട്ടൺ ക്ലിക്ക് ചെയ്തു. മെസ്സേജ് പ്രിന്റ് ചെയ്യിക്കുന്ന അതിൽ കൊടുത്തിട്ടില്ല. ഈ സെയിം ഇത് തന്നെ അതിൽ പേര് മാറ്റിയാൽ പേര് മാറ്റില്ല, ടാർഗറ്റ് ഒക്കെ വെച്ച് ചെയ്തിരിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൽ ഫ്രെയിമിന് ഉള്ളിലോട്ട് എങ്ങനെ കയറാം? ഡ്രൈവർ ഡോട്ട് സ്വിച്ച് ടു ഡോട്ട് ഫ്രെയിം, ഫസ്റ്റത്തെ ഫ്രെയിം ആയതുകൊണ്ട് ഫ്രെയിം ഓഫ് 0 എന്ന് കൊടുക്കും. ദെൻ ഫ്രെയിമിൽ നിന്ന് പുറത്തോട്ട് എങ്ങനെയാണ് വരാം? ഡ്രൈവർ ഡോട്ട് സ്വിച്ച് ടു ഡോട്ട് ഡീഫോൾട്ട് കണ്ടന്റ്. ക്ലിയർ ആയോ? അപ്പോൾ നിങ്ങൾ എന്താക്കാതെ, ഇപ്പം ഞാൻ കോഡ് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് കോഡ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം. അതിൽ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ കോഡ് നോക്കിക്കോളും. അതല്ല കോഡ് നോക്കിയിട്ട് നിങ്ങൾക്ക് എറർ വരുന്നുണ്ടെന്നാണെങ്കിൽ നിങ്ങൾ എന്താക്കുക, എനിക്ക് കമൻറ്റിൽ പറഞ്ഞാൽ മതി, ഞാനത് ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, പിന്നെ ഒരു കാര്യം എന്ന് പറയണത്, ഞാൻ ഈ പേജൊക്കെ ഡ്രൈവിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ യാ സോ നമ്മൾ എല്ലാ ടോപ്പിക്കും ഇതിൽ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. യെസ്, ഐ തിങ്ക് സോ. ഓക്കെ, ഞാൻ ഇതിലൊരെണ്ണം പറയാൻ വിട്ടുപോയി തോന്നുന്നു. ഈ ലൊക്കേറ്റേഴ്സിലുണ്ടല്ലോ, ഈ ടാഗ് നെയിം നമ്മൾ എന്താക്കി? ടാഗ് നെയിം നമുക്കറിയാം, ഇൻപുട്ട് എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അറിയണം. ഓക്കെ, അപ്പോൾ ടാഗ് നെയിം നമുക്ക് അറിയില്ല. അപ്പോൾ എങ്ങനെ ടാഗ് നെയിം കണ്ടുപിടിക്കാം? അതാണ് ഞാൻ ഒന്ന് പറഞ്ഞത് കേട്ടോ. ടാഗ് നെയിം എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് പറയണത്. അതിനായിട്ട് ഇപ്പോൾ ഞാൻ സ്ട്രിങ് ടാഗ് 1 കൊടുക്കുന്നു ഈക്വൽ ടു
driver dot find element by dot id. നമ്മൾ ഐ ഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും അല്ലേ, ടാർഗറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും അല്ലേ ആ ഫീൽഡിന്റെ. ഇപ്പോൾ ടാർഗറ്റ് ഫോർ എക്സാമ്പിൾ യൂസർ നെയിം യു നെയിം എന്നാക്കി ഡോട്ട് ഗെറ്റ് ടാഗ് നെയിം എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്, ഗെറ്റ് ടാഗ് നെയിം എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്. അത് കോൾ ചെയ്യുകയാണെങ്കിൽ ആ ഫീൽഡിന്റെ എന്താണോ ടാഗ് എന്നുള്ളത്, ടാഗ് നെയിം എന്താണോ എന്നുള്ളത് ഇതിലോട്ട് പോയിട്ട് സ്റ്റോർ ആയിട്ടുണ്ടായിരിക്കും. ഓക്കെ, ദെൻ സിസ് ഔട്ട് ചെയ്തിട്ട് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് എൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ ടാഗ് നെയിം പ്രിന്റ് ചെയ്യിക്കുകയാണെങ്കിൽ എനിക്ക് എന്താക്കാൻ പറ്റും, ആ ഫീൽഡിന്റെ ഇപ്പൊ ഇൻപുട്ട് ഫീൽഡാണ് അല്ലെങ്കിൽ യാ ഈ ഇൻപുട്ട് ഫീൽഡാണ്, ഈ ഫീൽഡിന്റെ ടാഗ് നെയിം എന്താണെന്നുള്ളത് എനിക്ക് പ്രിന്റ് ചെയ്യും. നമുക്ക് നോർമലി കണ്ടറിയാം ഇൻപുട്ട് ടാഗ് ആണെന്ന് നമ്മൾ കാണണം. അതല്ലെങ്കിൽ അവർ വേറെ എന്തെങ്കിലും രീതിയിൽ ക്രിയേറ്റ് ചെയ്തെങ്കിലോ, ജസ്റ്റ് CSS ഒക്കെ യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്താണെങ്കിലോ, അപ്പോൾ നമുക്കറിയില്ല അല്ലേ. അപ്പോൾ അതിന്റെ ടാഗ് നെയിം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം, ഗെറ്റ് ടാഗ് നെയിം എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഓക്കെ, ഈ ടാഗ് നെയിം എന്നുള്ള ലൊക്കേറ്റർ അല്ല കേട്ടോ ഇത് ടാഗ് നെയിം എന്നുള്ള ഫംഗ്ഷൻ ആണിത്, ഇത് വേറെയാണ്. ഇത് ടാഗ് നെയിം എന്നുള്ള ഫംഗ്ഷൻ ആണ്, ഇവിടെയാണ് ലൊക്കേറ്റർ വരുന്നത്. ഓക്കെ, ദെൻ പിന്നെന്ന് പറയണത് യെസ്, ഐ തിങ്ക് എല്ലാം കവർ ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിലേതെങ്കിലും ഈ സെലീനിയം വെബ് ഡ്രൈവറിൽ എന്തെങ്കിലും ഒരു പോർഷൻ ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിലും, നിങ്ങൾക്ക് ഏതെങ്കിലും ഞാൻ എടുക്കാത്ത ഏതെങ്കിലും പോർഷൻ ആയിക്കോട്ടെ, അത് നിങ്ങൾക്ക് ഒന്നും കൂടെ ക്ലാസ് വേണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ ഒരു സെപ്പറേറ്റ് സീരീസ് ആയിട്ട് ആഡ് ഓൺസ് എന്ന് പറഞ്ഞിട്ടോ ആഡ് ഓൺ ടു സെലീനിയം വെബ് ഡ്രൈവർ എന്ന് പറഞ്ഞിട്ടോ അങ്ങനെ എന്തെങ്കിലും സെപ്പറേറ്റ് സീരീസ് ആയിട്ട് ഞാൻ ചെയ്യാം. ഓക്കെ, സോ അപ്പോൾ ഇന്നത്തോടു കൂടി നമ്മുടെ സെലീനിയം വെബ് ഡ്രൈവർ എന്നുള്ള ഒരു കൺസെപ്റ്റ് അവസാനിക്കുകയാണ്. അപ്പം ഇനി നമ്മൾ അടുത്ത സീരീസിൽ ഞാൻ ചെയ്യാവുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് വേറൊരു ചാനലുണ്ട്, ജസ്റ്റ് വെയിറ്റ്, ബഗ് ഹണ്ടിങ് ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാനലുണ്ട്. അപ്പോൾ ആ ചാനലിലത്തെ എത്തിക്കൽ ഹാക്കിംഗ് സീരീസ് ഞാൻ കണ്ടിന്യൂ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ഷാനിംസ് അക്കാദമി എന്ന് പറഞ്ഞ ചാനലിലായിരിക്കും. ഇപ്പോൾ ഇതിലൊരു 24 വീഡിയോസ് ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ഇതിലോട്ട് ഈ ചാനലിലോട്ട് ഞാൻ കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിലോട്ട് ഞാൻ മാറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ എത്തിക്കൽ ഹാക്കിംഗ് സീരീസ് നമ്മുടെ ഷാനിംസ് അക്കാദമി എന്ന് പറഞ്ഞ ചാനലിൽ കണ്ടിന്യൂ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. സോ യാ, അപ്പോൾ ഈ ചാനലും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെല്ലൊന്ന് എനേബിൾ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ആൻഡ് ദാറ്റ്സ് ഓൾ. താങ്ക് യു, ഹാവ് എ നൈസ് ഡേ. എല്ലാം പഠിക്കുക, വെബ് ഡ്രൈവർ സെലീനിയം വെബ് ഡ്രൈവർ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക, ടാസ്ക് തന്നത് ചെയ്ത് നോക്കാം. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക് യു, ബൈ, ഹാവ് എ നൈസ് ഡേ.